വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഹാൻസോൽ. ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ OBS വഴി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് വിത്ത് ഫേസ് ക്യാം. അപ്പോൾ നമ്മൾ അതിലേക്ക് കിടക്കാം. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോവാണ്. ഇതാണ് ആദ്യം നമ്മൾ OBS എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെയായിരിക്കും കാണുന്നത്. അപ്പം എടുക്കുമ്പോൾ നമ്മളിനി റെക്കോർഡ് ചെയ്യാൻ പോവാണ്. റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ക്യാമും നമ്മുടെ സ്ക്രീനും വേണം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻ കാണാം. നമുക്ക് ഇപ്പോൾ ആദ്യം നമ്മുടെ ഫേസ് ക്യാമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ക്യാപ്ചറുണ്ട്, വീഡിയോ ക്യാപ്ചറുണ്ട്. വീഡിയോ ക്യാപ്ചർ ഡിവൈസ് ഇതിനകത്ത് കാണിക്കുന്നത് വീഡിയോ ക്യാപ്ചർ ഡിവൈസ് എടുക്കുക. അപ്പം വീഡിയോ ക്യാപ്ചർ ഡിവൈസിന് നമുക്ക് ജസ്റ്റ് വെബ് ക്യാം എന്ന് പറഞ്ഞ് ഒരു പേരിട്ട് ചെയ്യാം. ഒന്ന് നമ്മൾ വെബ് ക്യാം എന്ന് പേരിടുക. ഓക്കെ, വെബ് ക്യാം നമുക്കൊന്ന് പേരിടാം. ടോക്ക് അടിച്ചു. അപ്പം ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇപ്പോൾ എൻ്റെ വെബ് ക്യാമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ വെബ് ക്യാം അവിടെ കാണിച്ചുകൊണ്ടുണ്ട്. അപ്പം ഈ വെബ് ക്യാം നമുക്കിനി കുറച്ച് സൈസ് അതാണിപ്പോൾ എൻ്റെ വെബ് ക്യാം ആട്ടോ ഇത്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ വെബ് ക്യാം. ഇനി നമ്മൾ നേരെ നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇനിയും ഈ പ്ലസ് സൈൻ നമുക്കൊന്ന് ചെയ്യണം. പേജ് നമുക്കിനി ഇവിടെ കുറച്ച് ഗെയിം ക്യാപ്ചറിൻ്റെ മുകളിൽ ഡിസ്പ്ലേ ക്യാപ്ചറാണ്. ഡിസ്പ്ലേ ക്യാപ്ചർ ജസ്റ്റ് ഒരു നെയിമും ഇടാതെ നമുക്ക് ജസ്റ്റ് ഓക്കെ ഇടുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ പോകുമ്പോൾ നമ്മുടെ അടിയിൽ ഇവിടെ നമ്മുടെ ക്യാം കാണുന്നില്ലല്ലോ. അപ്പോൾ ക്യാം അതാവുമ്പോൾ നമ്മൾ വെബ് ക്യാമിൽ ക്ലിക്ക് ചെയ്യുക. വെബ് ക്യാമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ് ക്യാം അവിടെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ വെബ് ക്യാമിനെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ വെബ് ക്യാം ഇവിടെ നെക്കിയിട്ട് ഇവിടെ ഈ ഒരു ആരോ ഉണ്ടോ, ഈ ആരോയിൽ നിൽക്കുക. അപ്പോൾ അവിടെ വെബ് ക്യാം വരും. അതേപോലെ തന്നെ ഇവിടെ ഈ ഫയൽ കണ്ടോ, ഈ ഫയലിൽ നോക്കിയിട്ട് നമ്മുടെ സെറ്റിങ്സിൽ പോകാം. ഇതൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് സെറ്റിങ്സിൽ പോകാം. എന്നിട്ട് ഇവിടെയാണ് സ്ട്രീമിൻ്റെ ഓപ്ഷൻ. ഇവിടെ നമ്മൾ ഫുള്ള് നമ്മുടെ സ്ട്രീം കീ ഒക്കെ ചെയ്ത് നമ്മുടെ സ്ട്രീം പോകാം. അതങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോയുടെ നമ്മുടെ റെസൊല്യൂഷനൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇത് നമുക്കിപ്പോൾ ഒന്ന് ക്ലോസ് ചെയ്യാം. ഇങ്ങനെയായിരിക്കും നമുക്ക് ക്യാം കിട്ടുന്നത്. ഇപ്പോൾ ഇനി ക്യാമൊക്കെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് സ്ട്രീമിങ് കൊടുക്കാം. സ്ട്രീമിങ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്ട്രീം കീയൊക്കെ ഇതിനകത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി യൂട്യൂബിൽ എനിക്ക് സ്ട്രീം പോകാം. അതേപോലെ തന്നെ ഇവിടെ സ്റ്റാർട്ട് റെക്കോർഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ വിർച്വൽ ക്യാമറ ഉണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാമറ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സാധനം കാണിക്കും. ഇവിടെ നമുക്ക് സ്റ്റുഡിയോ മോഡാണെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാം, ഇവിടെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും ഇത് കാണുന്നതെന്ന് വെച്ച് ഇതിനകത്ത് കാണാം. അപ്പം നമ്മൾ ഫുള്ള് സെറ്റപ്പ് എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ എഡിറ്റൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ അവിടെ കൂടും. ഇങ്ങനെയായിരിക്കും പറ്റുന്നത്. അപ്പം ഞാൻ ടെസ്റ്റ് ചെയ്തു. ഇതാണ് സ്റ്റുഡിയോ മോഡ്. ഇപ്പം ഇതിൽ ഏകദേശം ആവറേജ് സാധനങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം ഇത് നമ്മുടെ OBSലെ കുറിച്ചുള്ള സാധനത്തിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പം അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.